ശ്രീ മോഹനം പുരസ്കാരം ഏറ്റുവാങ്ങാൻ മോഹൻലാൽ തിരുവനന്തപുരം നിശാഗന്ധിയിലെത്തി. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിൽ 50-ലേറെ വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു. മോഹൻലാൽ അവർക്ക് ശ്രീകുമാരന്റെ കൃത്യമായ സ്വാഗതം. അദ്ദേഹത്തെ കാണാനിരിക്കുന്നതിന് ശ്രീകുമാരന്റെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ശ്രീ ജയശേഖരൻ നായർ അവരെ ക്ഷണിക്കുന്നു. അസാധാരണത്വമാർന്ന സംഭാവനകൾ നൽകിയ അധികം പേരില്ല. നിലവാരവും ജനപ്രിയതയും ഒരുപോലെ നിലനിർത്തിയ ചിത്രങ്ങളുടെ ശില്പിയാണ് അദ്ദേഹം. മാറിവരുന്ന തലമുറകൾ ഏറ്റുപാടുന്ന ഏറ്റവും നല്ല മലയാള ഗാനങ്ങളുടെ സൃഷ്ടാവുമാണ് അദ്ദേഹം. ഈ അപൂർവതകൾക്കെല്ലാം പേരെയാണ് കവി എന്ന നിലയിലുള്ള ശ്രീകുമാരൻ തമ്പിയുടെ ശ്രദ്ധേയമായ വ്യക്തിത്വം. നോവലിസ്റ്റ് എന്നടക്കം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് ഇനിയും എത്രയോ തലങ്ങൾ വേറെയും. ഇങ്ങനെയുള്ള ശ്രീകുമാരൻ തമ്പിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരും സുഹൃത്തുക്കളും ചേർന്ന് ഒരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് സന്തോഷകരമാണ്. മോഹൻലാൽ ഒരു നാച്ചുറൽ ആർട്ടിസ്റ്റ് ഇല്ലാതെ തമിഴ്നാടിനെ പറ്റി പറയുമ്പോൾ സിനിമാ നടൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ മഹാസൗഭാഗ്യങ്ങളിലൊന്നാണ് അദ്ദേഹം എൻ്റെ ഗാനങ്ങൾക്ക് ചുണ്ടനക്കി അല്ലാതെ രക്ഷപ്പെടാനായത്. പാടാം, നമുക്ക് പാടാം, വീണ്ടും ഒരു പ്രേമഗാനം പോലെ കാലത്തെ അതിജീവിച്ച എത്രയോ ഗാനങ്ങൾ സംവിധാനം ചെയ്യാത്ത ചില സിനിമകളിലെ ഹിറ്റ് ഗാനങ്ങളിലും എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തിൽ വീട്ടിലെ പാട്ടുകൾ, മേഘം കൊണ്ട് തുടങ്ങി ഒന്നാം രാഗം പാടി ഒക്കെ ഇന്ന് മലയാളികളുടെ സ്വന്തങ്ങളിലേക്ക് പാടുന്ന ഗാനം. അദ്ദേഹത്തിൻ്റെ കീഴിൽ അഭിനയിച്ചിട്ടുള്ളപ്പോഴോ അടുത്ത് ഇടവഴികൾക്കും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം കൊച്ചുകുട്ടികളുടെ മനസ്സാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ കൂടുതൽ പിന്നെയാണ് അറിയുകയാണ്. അത് സംസ്ഥാനത്തിനോടുള്ള ആരാധന കൊണ്ടും എന്നെ ഞാനാക്കിയതിൽ പങ്കുവഹിച്ചു എന്നുള്ള കടപ്പാടും ബഹുമാനവും അതിലേറെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചുള്ള അഭിമാനമാണ്. ചിലർക്കൊപ്പം ജീവിച്ചിരിക്കാനാവുക നമ്മുടെ സുഹൃത്തുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്തരത്തിലൊരു മനീഷിയാണ് എനിക്ക് പുരസ്കാരം. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനാവുക എന്നത് ആയുസിൻ്റെ പുണ്യമായിട്ടാണ് നാം കണക്കാക്കുന്നത്. ശ്രദ്ധാഭിഷിക്തനാണ് ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ പുരസ്കാരം. ആയുരാരോഗ്യ സൗഖ്യം നൽകി ജഗദീശനെ വിധിക്കുകയെന്നും ഇനിയും അർത്ഥസന്തുഷ്ടമായ വേണ്ടാൽ നമ്മെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവൈശ്വര്യങ്ങളും ഈ പുരസ്കാരം നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വീകരിക്കുന്നു. ഇതിനെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് കൂടി നമ്മൾ പറയുന്നു. എടുത്തു പറയാത്ത മറ്റൊരു പേരാണ് ഞാനിപ്പോൾ ഒരു സമ്മാനപ്പെട്ട എന്നെ ശശി. അദ്ദേഹം വളരെയധികം ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പല പ്രാവശ്യവും എനിക്ക് സാധിച്ചു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതിന് സാക്ഷ്യമായിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വേദിയിലും ശാസ്ത്രജ്ഞരുടെ നല്ല രാത്രി നിർത്തുന്നു. ചെയ്യും. ഒരുപാട് നന്ദി.